നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തലയറുത്ത നിലയിൽ 17-കാരിയുടെ മൃതദേഹം കനാലിൽ കണ്ടെത്തി. ഈ കേസിൽ പ്രതികളെ കുടുക്കാൻ സഹായകമായത് പോക്കറ്റിലെ പേപ്പറാണ്. എന്താണ് സംഭവം? വിശദമായി നോക്കാം. അമ്മയും അനിയനും സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുകയാണ്. ഷീറ്റിൽ പൊതിഞ്ഞ് തലയറുത്ത നിലയിൽ പെൺകുട്ടിയുടെ മൃതദേഹം കനാലിൽ കണ്ടെത്തുകയായിരുന്നു. ഉത്തർപ്രദേശിലെ ദാത്രി സ്വദേശിയായ തനിഷ്കയാണ് മരിച്ചത്. സംഭവത്തിൽ തനിഷ്കയുടെ അമ്മ രാകേഷ് ദേവി, ഇളയ സഹോദരൻ എന്നിവരാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തനിഷ്കയുടെ പ്രണയബന്ധം അറിഞ്ഞതിന് പിന്നാലെ നടന്ന ദുരഭിമാന കൊലയാണ് സംഭവിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. പെൺകുട്ടിയുടെ മൃതദേഹം വ്യാഴാഴ്ചയാണ് മീററ്റിലെ കനാലിൽ നിന്നും തലയറുത്ത നിലയിൽ കണ്ടെത്തിയത്. പെൺകുട്ടി ധരിച്ചിരുന്ന സൽവാറിലെ പോക്കറ്റിലുണ്ടായിരുന്ന പേപ്പറിൽ ഒരാളുടെ പേരും മൊബൈൽ നമ്പരും എഴുതിയിരുന്നു. ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് മരിച്ചത് തനിഷ്കയാണെന്ന് പോലീസ് ഉറപ്പിച്ചത്. 8 മാസം മുൻപ് സമൂഹ മാധ്യമത്തിലൂടെ തനിഷ്ക പരിചയപ്പെട്ട വികാസ് എന്ന യുവാവിൻ്റെ ഫോൺ നമ്പറായിരുന്നു അത്. പോലീസ് വികാസിനെ വിളിച്ചു വരുത്തി വിശദമായി വികാസിനെ ചോദ്യം ചെയ്തു. ഇതോടെയാണ് പല സത്യങ്ങളും പുറത്തേക്ക് വന്നത്. തനിഷ്കയുമായി പ്രണയത്തിലായിരുന്നുവെന്ന് വികാസ് വെളിപ്പെടുത്തി. ബന്ധത്തിൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നുവെന്നും വികാസ് പോലീസിനോട് വ്യക്തമാക്കി. തുടർന്ന് വീട്ടുകാരെ വിളിച്ചു വരുത്തി. ശേഷം വീട്ടുകാരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തതിനിടയിലാണ് ഇത്തരത്തിൽ മകളെ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ അവർ വിശദീകരിച്ചത്. വികാസുമായുള്ള ബന്ധത്തെ ചൊല്ലിയുള്ള തർക്കം ഈ വീട്ടുകാർക്കിടയിൽ ഉണ്ടായിരുന്നു. ഇത് കൊലപാതകത്തിലേക്ക് നയിക്കുകയായിരുന്നു. ഈ മാസം 4-ാം തീയതി അമ്മയും അനിയനും ചേർന്നാണ് തനിഷ്കയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത്. ഇതിനുശേഷം മൃതദേഹത്തിൻ്റെ തലയറുത്ത് ഒരു ഷീറ്റിൽ പൊതിഞ്ഞ് ചില ബന്ധുക്കളുടെ സഹായത്തോടെയാണ് കനാലിലേക്ക് ഇവർ വലിച്ചെറിഞ്ഞത്. മാത്രമല്ല തല മറ്റൊരു സ്ഥലത്ത് സംസ്കരിച്ചു. തല സംസ്കരിക്കാൻ സഹായിച്ചതും ചില ബന്ധുക്കളാണ്. ബന്ധുക്കളായ മോനു, കമൽ സിംഗ്, സമർ സിംഗ് എന്നിവരാണ് സംസ്കരിക്കാൻ സഹായിച്ചത്. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റൊരു പ്രതിയായ ഗൗരവിനായി തിരച്ചിൽ ശക്തമായിട്ടുണ്ട്. കൊലപാതകത്തിന് ഉപയോഗിച്ചതെന്ന് കരുതുന്ന അരിവാളും മൃതദേഹം ഉപേക്ഷിക്കാൻ കൊണ്ടുപോയ വെളുത്ത കാറും കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെത്തി. എന്തായാലും അതിക്രൂരമായ കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത്തരത്തിലൊരു പെൺകുട്ടിയെ ദുരഭിമാനത്തിൻ്റെ പേരിൽ, മറ്റൊരു യുവാവിനെ സ്നേഹിച്ചു എന്നതിൻ്റെ പേരിൽ കൊലപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും അത് ആരും അറിയാതിരിക്കാൻ പ്രതികൾ കഴിവതും ശ്രമിച്ചു. പക്ഷേ പോക്കറ്റിലെ ആ പേപ്പറിലെ നമ്പറുമാണ് വികാസിനെ ചോദ്യം ചെയ്തതാണ് ഇത്തരത്തിലുള്ള നഗ്ന സത്യങ്ങൾ പുറത്തേക്ക് വരാൻ കാരണമായത്. അതിക്രൂരമായ അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് മറ്റൊരു സംഭവം കൂടി നോക്കാം. നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ നടന്നൊരു വിവാഹ തട്ടിപ്പ്, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. വിശദമായി നോക്കാം. ഓൺലൈനിൽ വിവാഹ പരസ്യം നൽകിയും സിനിമയെ വെല്ലുന്ന കഥകൾ മെനഞ്ഞും വിവിധ ജില്ലകളിലായി 10 പേരെ വിവാഹം കഴിച്ച് മുങ്ങിയ യുവതി കുടുങ്ങിയിരിക്കുകയാണ് ഒടുവിൽ. എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശിയും 2 വയസ്സുള്ള കുട്ടിയുടെ മാതാവുമായ രേഷ്മയാണ് വിവാഹത്തിന് തൊട്ടു മുമ്പ് അറസ്റ്റിലായിരിക്കുന്നത്. ഇന്നലെ രാവിലെ വിവാഹത്തിനായി രേഷ്മ ഒരുങ്ങി ഓഡിറ്റോറിയത്തിലേക്ക് എത്തി. എന്നാൽ രേഷ്മയെ പ്രതിശ്രുതവരനായ പഞ്ചായത്ത് അംഗത്തിൻ്റെ പരാതിയിൽ ആര്യനാട് പോലീസ് നാടകീയമായി അറസ്റ്റ് ചെയ്തു. 45 ദിവസം മുൻപ് വിവാഹം കഴിച്ചയാളെ കബളിപ്പിച്ചാണ് പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിന് രേഷ്മ എത്തിയത്. അടുത്ത മാസം തിരുവനന്തപുരം സ്വദേശിയായ മറ്റൊരാളുമായി വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. രേഷ്മയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് പ്രതിശ്രുത വരനും ബന്ധുവും ചേർന്ന് ഇവരുടെ ബാഗ് പരിശോധിച്ചു. അപ്പോഴാണ് തട്ടിപ്പ് കഥ പുറത്തേക്ക് വന്നത്. വിവാഹത്തിന് മുന്നോടിയായി രേഷ്മ ബ്യൂട്ടി പാർലറിൽ കയറിയ സമയത്ത് നടത്തിയ പരിശോധനയിൽ മുൻപ് വിവാഹം കഴിച്ചതിൻ്റെ രേഖകൾ അടക്കം കണ്ടെത്തുകയും ചെയ്തു. വിവാഹ പരസ്യം നൽകുന്ന ഗ്രൂപ്പിൽ പഞ്ചായത്ത് അംഗം രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് മെയ് 29-നാണ് ആദ്യം ഫോൺ കോൾ വന്നത്. യുവതിയുടെ അമ്മയാണെന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീ രേഷ്മയുടെ ഫോൺ നമ്പർ യുവാവിന് കൈമാറുകയായിരുന്നു. തുടർന്ന് ഇവർ പരസ്പരം സംസാരിച്ചു. ഇക്കഴിഞ്ഞ 4-ാം തീയതി കോട്ടയത്ത് മോളിൽ ഇരുവരും പരസ്പരം കാണുകയും ചെയ്തു. തന്നെ ദത്തെടുത്തതാണെന്നും വിവാഹം നടത്തുന്നതിൽ അമ്മയ്ക്ക് താല്പര്യമില്ല, ഉപദ്രവിക്കാറുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് രേഷ്മ യുവാവിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. ഇതോടെ വിവാഹം ഇന്നലെ നടത്താമെന്ന് യുവാവ് ഉറപ്പ് നൽകി. അങ്ങനെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പുരോഗമിക്കുന്നു. 5-ാം തീയതി വൈകിട്ട് തിരുവനന്തപുരത്ത് വെമ്പായത്തെത്തിയ യുവതിയെ യുവാവ് കൂട്ടിക്കൊണ്ടുപോയി സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിപ്പിക്കുകയും ചെയ്തു. ഇതിനിടെ യുവതിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നി. തുടർന്ന് ഇന്നലെ രാവിലെ ബാഗ് പരിശോധിച്ചു. അപ്പോഴാണ് ഈ നഗ്ന സത്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നത്. നടുക്കുന്ന വിവരങ്ങൾ പുറംലോകം അറിഞ്ഞത്. എന്തായാലും വിവാഹ തട്ടിപ്പുകാരിയെ കുടുക്കിയിരിക്കുകയാണ്. പോലീസിൽ പരാതി നൽകി. വിവാഹത്തിനായിട്ട് മണ്ഡപത്തിലേക്ക് അണിഞ്ഞൊരുങ്ങി എത്തിയ വധുവിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനി ആരും തട്ടിപ്പിൽ അകപ്പെടാതിരിക്കട്ടെ എന്നാണ് ഏവരും ആഗ്രഹിക്കുന്നത്.
നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം. അതായത് കഴിഞ്ഞ ദിവസം ഏറെ വേദനിപ്പിച്ചൊരു വാർത്തയാണ് നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവിൻ്റെ മരണം. വളരെ വലിയ ഒരു അപകടമാണ് സംഭവിച്ചത്. ഇപ്പോൾ ആ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം. ആശുപത്രിയിൽ പിതാവിൻ്റെ മൃതദേഹം കണ്ടതോടെ ഷൈൻ ടോം ചാക്കോ വാവിട്ട് കരയുന്ന കാഴ്ചയാണ് ചുറ്റുമുള്ളവർ കണ്ടത്. ഷൈനിൻ്റെ മാനേജറായും പ്രവർത്തിച്ചിരുന്നത് പിതാവ് ചാക്കോ ആയിരുന്നു. അപകടശേഷം ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ചാക്കോ മരിച്ചിരുന്നു. അപകടത്തിൽ ലോറി ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു. അപകടത്തിൽപ്പെട്ട കാറും ലോറിയും ധർമ്മപുരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതിനിടയിൽ ഈ ഒരു വാഹനം ഓടിച്ചിരുന്ന സഹായി അനീഷ് പ്രതികരിച്ചിട്ടുണ്ട്. മുന്നിൽ പോകുകയായിരുന്ന ലോറി പെട്ടെന്ന് ഇടത് ലൈനിലേക്ക് കയറിയതോടെ ഒന്നും ചെയ്യാനായില്ല, അതാണ് അപകടത്തിന് കാരണമെന്നാണ് ഈ വാഹനം ഓടിച്ചിരുന്ന അനീഷ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ ഉണ്ടായ കാർ അപകടമാണിത്. ഇതിൽ ഷൈനിൻ്റെ പിതാവ് CP ചാക്കോ മരിച്ചു. കുടുംബാംഗങ്ങൾക്ക് പരിക്കേറ്റു. ഷൈനിൻ്റെ ചികിത്സാർത്ഥം വ്യാഴാഴ്ച രാത്രി 11 മണിയോടെയാണ് ഇവർ കൊച്ചിയിൽ നിന്ന് ബംഗളൂരിലേക്ക് പുറപ്പെട്ടത്. കാറിൽ ഡ്രൈവർ സീറ്റിന് പിന്നിലായാണ് ഷൈനിൻ്റെ പിതാവ് ഇരുന്നത്. സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നില്ല. കാർ ഇടിച്ചതോടെ മുന്നിലെ സീറ്റിൽ തല വന്നിടിച്ചതാണ് മരണകാരണമെന്നാണ് കരുതുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലേക്ക് കൊണ്ടുവരുന്ന മൃതദേഹം തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കും. വിദേശത്തുള്ള പെൺമക്കൾ കൂടി എത്തിയ ശേഷമാകും സംസ്കാരം. അതേസമയം പുതുതായി നിർമ്മിച്ച ദേശീയപാത 844-ലൂടെയായിരുന്നു ഷൈനും കുടുംബവും യാത്ര ചെയ്തത്. ധർമ്മപുരിയെയും ഹുസൂറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയായിരുന്നു ഇത്. രാവിലെ ആയതിനാൽ തിരക്ക് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ 60-80 കിലോമീറ്റർ സ്പീഡിലാണ് വാഹനങ്ങൾ പോയിരുന്നതെന്നാണ് ഈ വാഹനം ഓടിച്ചിരുന്ന അനീഷ് പറയുന്നത്. വലതുവശത്തുകൂടി പോകുകയായിരുന്ന ലോറിയാണ് മുന്നറിയിപ്പില്ലാതെ ഇടത് ലൈനിലേക്ക് കയറിയത്. പൊടുന്നനെ ലോറി കയറിയത് കണ്ട് ചവിട്ടിയെന്നും എന്നാൽ കാർ നിന്നില്ലെന്നും അനീഷ് വ്യക്തമാക്കി. കാർ ലോറിക്ക് പിന്നിലിടിച്ച് റോഡിലൂടെ ഉരസി വലതുവശത്ത് പോയാണ് നിന്നത്. അപകടമുണ്ടായ ശേഷം ലോറി നിർത്തിയോ പോയോ എന്നൊന്നും നോക്കാൻ പറ്റിയില്ല. അത്തരത്തിലൊരു അവസ്ഥയിലായിരുന്നില്ല അവർ. എല്ലാവർക്കും പരിക്കേറ്റിരുന്നു. അതുവഴി വന്ന 2 മലയാളി യുവാക്കളാണ് അവരുടെ കാറിൽ ആശുപത്രിയിലേക്ക് ഇവരെ കൊണ്ടുപോയത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചാക്കോയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ വൈകാതെ മരിക്കുകയായിരുന്നുവെന്നും അനീഷ് വെളിപ്പെടുത്തി. അതിദാരുണമായ അപകടമാണ് സംഭവിച്ചത്. ഏതായാലും പിതാവിൻ്റെ മരണം ഷൈൻ ടോം ചാക്കോയെ വലിയ രീതിയിൽ വിഷമത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഷൈൻ ടോം ചാക്കോയുടെ മാനേജറായിട്ടും ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചു. മകനൊപ്പം അദ്ദേഹം ആപത്ഘട്ടങ്ങൾ അല്ലെങ്കിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും പിതാവിൻ്റെ വിയോഗത്തിൽ അദ്ദേഹം വളരെയധികം ദുഃഖിതനാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.